എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കൊറിയർ വന്നിട്ടുള്ള PCB ആണ്. ഇത് ഓൾട്ടാസ് ഇൻവെർട്ടർ AC-യുടെ PCB ആണ്. അപ്പോൾ ഈ ഒരു PCB-യുടെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ അവർ കൊറിയർ അയച്ചിട്ടുള്ള ആൾ നമുക്കൊരു നോട്ട് തന്നിട്ടുണ്ട്. ആ നോട്ട് ഇങ്ങനെയാണ്: വോൾട്ടാസ് ഇൻവെർട്ടർ എറർ കോഡ് വന്നിട്ട് PC00 ഔട്ട്ഡോർ ഫാൻ എടുത്ത് കട്ട് ഓഫ് ആകുന്നു, പക്ഷേ നോട്ട് വർക്കിംഗ് കംപ്രസർ വർക്ക് ചെയ്യുന്നില്ല. PC00 എന്നുള്ള ആ ഒരു എററുമായിട്ടാണ് ഈ ഒരു ബോർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു എറർ കോഡ് വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എറർ കോഡെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു ബോർഡ് വർക്കിംഗ് കണ്ടീഷനിലോട്ട് തിരിച്ച് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ വയർ, പവർ സപ്ലൈ, ഫാൻ മോട്ടർ, ഇൻഡോറിനകത്തുള്ള ഫാൻ മോട്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് പവർ ചെയ്യാൻ പോവുകയാണ്. പവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പവർ ഓണായി. അപ്പോൾ സ്റ്റാൻഡ് ബൈയിലാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ അടിച്ച് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഔട്ട്ഡോറിലെ LED ഓണായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഔട്ട്ഡോറിലുള്ള LED കത്തുന്നുണ്ട്, ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഈ ഒരു എറർ കോഡ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത ഉടനെ കംപ്രസർ എടുക്കുന്ന സമയത്ത് ആ ഒരു LED ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യും. അതാണ് നമ്മുടെ ഒരു എറർ കോഡ് അറിയാനുള്ള രീതി. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യണം. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 24 കിടക്കുകയാണ്. ഓക്കെ, ഓൺ ചെയ്ത സ്പോട്ടിൽ തന്നെ നമുക്ക് കംപ്രസർ എടുക്കും. കംപ്രസർ എടുത്ത സമയത്ത് തന്നെ ആ LED ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞിട്ടുള്ള എറർ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ആ എറർ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യണം. ആ എറർ കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ടോ ഇല്ലയെന്ന്. ഫസ്റ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ എറർ കോഡ് ഇതിനകത്ത് കാണിക്കില്ല. പക്ഷേ 2 പ്രാവശ്യമെങ്കിലും കംപ്രസറിൻ്റെ എടുക്കാനുള്ള അറ്റംപ്റ്റ്, അല്ലെങ്കിൽ 3 പ്രാവശ്യം എടുക്കാനുള്ള അറ്റംപ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ എറർ കോഡ് കാണിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ കംപ്രസറിൻ്റെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ കംപ്രസറിൻ്റെ ലൈൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ PC00 എന്നുള്ള ആ ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, PC00 അതായത് നമ്മുടെ തിരിച്ച് ആ എറർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെക്ക് ചെയ്യാനുണ്ട്. അതെന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ബോർഡിൽ 2 DC ലിങ്ക് ഉണ്ടാവും. ഈ 2 DC ലിങ്കിൻ്റെ വോൾട്ടേജ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് DC ലിങ്കിൻ്റെ വോൾട്ടേജ് ഉണ്ടോ എന്ന്. അപ്പോൾ ഈ നെഗറ്റീവ് പ്രോബ് ഗ്രൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു സെൻട്രൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ DC ലിങ്ക്. DC ലിങ്കിൽ 3.1 വോൾട്ട് വരണം. ഇവിടെ എത്ര വോൾട്ട് ഉണ്ട്? 3.1 വോൾട്ട് ഉണ്ട് ഫസ്റ്റ് DC ലിങ്കിൽ. സെക്കൻഡ് DC ലിങ്കിൽ എത്ര വോൾട്ടേജ് ഉണ്ട്? സെക്കൻഡ് DC ലിങ്ക് നമ്മുടെ ഈ ഒരു കംപ്രസറിൻ്റെ കണക്ടറിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അവിടെ എത്ര വോൾട്ടേജ് ഉണ്ട്? അവിടെയും 3.1 വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 2 DC ലിങ്കിൻ്റെ വോൾട്ടേജ് പ്രോപ്പറായിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് നമ്മുടെ IPM-ൻ്റെ ഫോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജാണ്. ഫോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയുണ്ട്? 4.9. അതും കറക്റ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫോൾട്ട് ഇല്ല. ഇനി ചെക്ക് ചെയ്യേണ്ടത് IPM-ന് 2 കമ്പറേറ്റർ IC ഉണ്ടാവും. ഒന്ന് ഈ ഒരു കമ്പറേറ്റർ IC, ഈ ഒരു കമ്പറേറ്റർ IC. അപ്പോൾ ഇതിൽ രണ്ടിലും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലും ഈ ഒരു എറർ വരും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഈ ഒരു ചെറിയ കമ്പറേറ്റർ ICയുടെ ഒന്നാമത്തെ പിന്നെ നമുക്ക് 4 വോൾട്ടേജ് വരണം. ഓക്കെ, 4.31 വോൾട്ടേജ്, അത് കറക്റ്റ് പ്രോപ്പറാണ്. അതിൻ്റെ 7ാമത്തെ പിന്നിൽ നമുക്ക് 2.5 വോൾട്ട് വരണം.
2.4 വോൾട്ട് അതും ഓക്കെയാണ്. ഈ ഒരു കമ്പറേറ്റർ ICയുടെ ഒന്നാമത്തെ പിന്നിൽ 4.5 വോൾട്ട് വരണം, അതും ഓക്കെയാണ്. ഏഴാമത്തെ പിന്നിലും 5 വോൾട്ട് വരണം. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ എവിടെയാണ് ഈ ഒരു ഫോൾട്ട് വന്നിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നോക്കേണ്ടത് ഒരു കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു IPMൻ്റെ UVW എത്ര വോൾട്ടേജും കൂടെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ വിയിൽ 33.5 വോൾട്ട് വരുന്നുണ്ട്, 38, 40 ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കംപ്രസർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തതിൽ ICക്ക് പോവേണ്ട, അതായത് മെയിൻ കൺട്രോളർ ICക്ക് പോകേണ്ട എല്ലാ മെഷർമെൻറ്റുകളും കറക്റ്റാണ്. അതായത് വോൾട്ടേജിന് അനുസരിച്ചിട്ടുള്ള എല്ലാ മെഷർമെൻറ്റുകളും കറക്റ്റാണ്. അത് നമ്മുടെ കമ്പറേറ്റർ ICന്ന് പോകുന്ന വോൾട്ടേജ് കറക്റ്റാണ്. IPMൻ്റെ ഫോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റാണ്. 2 DC ലിങ്ക് ഉണ്ട്, 2 DC ലിങ്കിൻ്റെ വോൾട്ടേജ് പ്രോപ്പറാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു PC00 എന്നുള്ള ആ ഒരു എറർ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി പവറൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു കോൾഡ് ടെസ്റ്റിംഗ് കൂടെ നടത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോർഡ് ഇപ്പോൾ ചാർജ് ആയിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ആ കോൾഡ് ടെസ്റ്റ് നടത്തേണ്ടത് നമ്മുടെ IPMലാണ്. അതിന് വേണ്ടിയിട്ട് കംപ്രസറിൻ്റെ ലൈന് ഇതിന് ഊരിയിട്ടിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഓംസ് മോഡിലിടുക. നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് സൈഡിലുള്ള ഹൈയും ലോയും, ഈ IPMൻ്റെ ഇൻപുട്ട് സൈഡിലുള്ള ഹൈയും ലോയിലും വരുന്ന ആ ഒരു റെസിസ്റ്റൻസുകൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 100 ഓംസ് ഉണ്ട്, 6 റെസിസ്റ്റൻസ് ഉണ്ട്. 6ലും 100 ഓംസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഓക്കെയാണ്, മൂന്നാമത്തെ റെസിസ്റ്റൻസ് ഓക്കെയാണ്, നാലാമത്തെ റെസിസ്റ്റൻസും ഓക്കെയാണ്, അഞ്ചാമത്തെ റെസിസ്റ്റൻസും ഓക്കെയാണ്, ആറാമത്തെ റെസിസ്റ്റൻസും ഓക്കെയാണ്. ഓക്കെ, ഇനി നമ്മുടെ IPMൻ്റെ ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന UVW അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലോട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം പോസിറ്റീവ് പ്രോബ് നെഗറ്റീവ് സപ്ലൈയിലോട്ട് കൊടുക്കുക, ഗ്രൗണ്ട് ചെയ്യുക. അതിനുശേഷം W നമുക്ക് 403, V 402, U 402 ആ സൈഡ് അത് ഓക്കെയാണ്. അതിനുശേഷം പോസിറ്റീവ് സൈഡിൽ നെഗറ്റീവ് പ്രോബ് കൊടുക്കുക. യുവിൽ 402, വിയിൽ 402, ഡബ്ല്യൂയിൽ 402. അപ്പോൾ ഇതിന് IPMൻ്റെ IGBT സൈഡിൽ വരുന്ന ഡയോഡിൻ്റെ റീഡിംഗ് വാല്യൂ എല്ലാം ഓക്കെയാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഇൻപുട്ട് IPMൻ്റെ ഇൻപുട്ടിൽ വരുന്ന ഈ ഹൈയും ലോയും ആയിട്ടുള്ള ഈ ഒരു R റെസിസ്റ്റൻസിൻ്റെ ഡയോഡ് മോഡ് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ IPM ഊരിയെടുക്കണം. അപ്പോൾ എവിടെയാണ് ഈ ഫോൾട്ട് വന്നിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ റീസണേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ICക്ക് മെയിൻ ICക്ക് വേണ്ടുന്ന എല്ലാ റിക്വയർമെൻറ്റുകളും കാര്യങ്ങളും ഈ ഒരു ICക്ക് നമുക്കിവിടെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ വരുന്നുണ്ട്. IPMൽ ഇപ്പോൾ ചെക്ക് ചെയ്തതിൽ ഈ ഒരു ഹൈ സൈഡ് UVW സൈഡൊന്നും യാതൊരുവിധ ഷോർട്ടിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ കമ്പറേറ്റർ സെക്ഷനിൽ കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ എവിടെയാണ് ഈ കംപ്ലൈൻ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു IPM മൊഡ്യൂൾ നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റി നോക്കാം. കാര്യം ഈ IPM മൊഡ്യൂൾ ഇൻറ്റേർണലി ഡാമേജസോ ഇൻറ്റേർണലി എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൾട്ട് ഔട്ട്പുട്ട് വരേണ്ടതാണ്. പക്ഷേ ഈ ഫോൾട്ട് ഔട്ട്പുട്ട് സൈഡിലും ഇപ്പോൾ 5 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ഓൺ ചെയ്യുന്ന അത് നമ്മുടെ മെയിൻ IC ഈ IPM കംപ്രസറിന് ഓൺ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ലോഡിങ് ഡീറ്റെയിൽസ് നമ്മുടെ ICക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അത് കിട്ടാത്തത് കൊണ്ടിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു എറർ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിൽ, എൻ്റെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ഈ ഒരു IPM മൊഡ്യൂളാണ് ഇതിനകത്ത് ഫോൾട്ടായിട്ട് വരുന്നത്.
ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു IPM മൊഡ്യൂൾ ഫോൾട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ഒരു IPM മൊഡ്യൂൾ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു IPM മൊഡ്യൂൾ ഇട്ട് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് അതാണോ എന്ന് കൺഫേം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു IPM മൊഡ്യൂൾ ഇതിനകത്തുനിന്ന് ഊരിയെടുത്തിട്ട് വരാം. ഈ IPM ഞാൻ ഇതിനകത്തുനിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഗുകളൊന്നും പിന്നെ കട്ട് ചെയ്യാതെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കാര്യം ഒരുപാട് സമയമെടുത്ത് ഈ പ്രിൻ്റൊന്നും പോകാതെ ഈ ഒരു ലെഗൊന്നും ഡാമേജസ് ഇല്ലാതെ, സാധാരണ IPM പോയെന്ന് നമുക്ക് കൺഫേം ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് IPM പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. കാര്യം IPM ഫുള്ള് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് കണ്ടിന്യൂറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ IPM അതേപടി തന്നെ അതിൻ്റെ പ്രിൻ്റോ മറ്റ് ലെഗോ ഒടിക്കാതെയൊക്കെ ഡാമേജസ് ഇല്ലാതെ ഇത് ഞാൻ അഴിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്പർ നോക്കാം. ഇതിൻ്റെ നമ്പർ ഒന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, FNA 41560 B2. ഇതാണ് ഈ ഒരു ഇതിൽ IPM. എൻ്റെ കയ്യിൽ പുതിയ IPM ഉണ്ട്, ബ്രാൻഡ് ന്യൂ ഫ്രഷ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സെയിം നമ്പർ തന്നെയാണ്, അത് കാണാൻ. ഓക്കെ, FNA 41560 B2. അപ്പോൾ ഈ IPM ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനു മുന്നേ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ലോ സൈഡിൽ ഇൻപുട്ടിൽ വരുന്ന IPMൻ്റെ ഇൻപുട്ടിൽ വരുന്ന ഹൈയും ലോയും സിഗ്നൽ, അതിൻ്റെ കണ്ടിന്യൂറ്റിയും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് നെഗറ്റീവ് സൈഡിൽ പോസിറ്റീവ് പ്രോബ് വയ്ക്കുക. അതിനുശേഷം ഈ ഒരു ഇൻപുട്ടിലെ റീഡിങ്, ഡയോഡ് മോഡിലുള്ള റീഡിങ് ചെക്ക് ചെയ്ത് നോക്കാം. 644. അത് ഓക്കെ. ആ റീഡിങ് ഈ 6 റെസിസ്റ്റൻസിലുള്ള റീഡിങ്ങും കറക്റ്റ് ആയിട്ടുണ്ട്. ലോ സൈഡും ഹൈ സൈഡിലെ റീഡിങ് ഒരേ കണക്ക് കറക്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു IPM ഇതിനകത്ത് വെച്ച് സോൾഡർ ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ആ ഒരു എറർ മാറിയിട്ടുണ്ടോ അതോ ആ സെയിം എറർ തന്നെയാണോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു IPM സോൾഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹീറ്റ് സിങ് നമുക്കിതിനകത്ത് പിടിപ്പിക്കണം. ഹീറ്റ് സിങ്ങിൽ ഈ IPMൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റായതിന് ശേഷം, ബോർഡുമായിട്ടുള്ള സെറ്റായതിന് ശേഷം ഈ ഒരു IPM സോൾഡർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ സോൾഡർ ചെയ്തിട്ട് പിന്നെ ഈ ഒരു സ്ക്രൂ ഇടണമെന്നുണ്ടെങ്കിൽ ചെറിയ പിടുത്തം ഉണ്ടാവും. ചിലപ്പം IPM തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ IPM സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നതിന് മുന്നേ ഈ ഹീറ്റ് സിങ്ങിൽ പിടിപ്പിച്ചതിന് ശേഷം ഇത് സോൾഡർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഈ IPM പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഹീറ്റ് സിങ് വെച്ച് അതിൻ്റെ ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ IPM നമ്മൾ കറക്റ്റായിട്ട് അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് കംപ്രസറിൻ്റെ ലൈനും കൂടെ ഇതിൽ കണക്ഷൻ കൊടുക്കാം. കംപ്രസറിൻ്റെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ആ എറർ റിപ്പീറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. പവർ കൊടുക്കുകയാണ്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോർമലി ആ ഒരു LED കത്തുന്നുണ്ട്. ഇനി ആ കംപ്രസർ എടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മുടെ കംപ്രസർ എടുത്തു കഴിഞ്ഞു.
ഓക്കെ, ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ഹീറ്റ് സിങ്ക് വെച്ചിട്ടില്ല. ഈ IPM പെട്ടെന്ന് ഓവർ ഹീറ്റാവും. അപ്പോൾ ഹീറ്റ് സിങ്ക് വെക്കാതെ നമുക്ക് ഇത് പിന്നെ കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ ഈ IPM പെട്ടെന്ന് ഡാമേജ് ആയി പോകും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു പിന്നെ കംപ്രസർ എടുക്കാതിരുന്നുള്ള ആ ഒരു എറർ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ IPM ഇൻറ്റേർണലി ഫോൾട്ടാണ്. പക്ഷേ അത് നമുക്ക് ഈ ഒരു IPM ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു IPM ഫോൾട്ടി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു IPM മാറിയിട്ടപ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം കാര്യങ്ങളും ചെക്ക് ചെയ്തായിരുന്നു. അതായത് DC ലിങ്ക്, ഇതിൻ്റെ കമ്പറേറ്റർ IC, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഒരു കുഴപ്പവും കാണിക്കുന്നില്ല. IPM ചെക്ക് ചെയ്തിട്ടും ഒരു കുഴപ്പവും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് ഇത് കണക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ ഒരു IPM റീപ്ലേസ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതിൽ റീപ്ലേസ് ചെയ്തത്. പക്ഷേ അത് സക്സസ് ആണ്. വേറെ ഒരു പ്രശ്നവും ഈ ഒരു ബോർഡിനില്ല. ഈ ഒരു IPM മാത്രമേ ഫോൾട്ടായിട്ടുള്ളൂ. നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.